ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മഹാന്മാരായ സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു, ഓ സ്വഹാബ, ഹൽ അദുല്ലുക്കും അലാ മൻ അശദ്ദ മിൻഹു. ഒരു മനുഷ്യനെ കാണിച്ചിട്ടാണ്, ഒരു സ്വഹാബിയെ കാണിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ മറ്റുള്ള സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, സ്വഹാബ, ഇയാളെക്കാൾ വലിയ സ്ട്രോങ് ആയ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യനാണെങ്കിൽ ഒറ്റ ആള്, ഒരു 10-25 ആള് ഒറ്റയടിക്ക് തള്ളിയിടുന്ന മനുഷ്യനാണ്. എന്ന് പറഞ്ഞാല് കുസ്തിക്കാളാണ്, മല്ലയുദ്ധം നടത്തുന്ന ഒരാളാണ്, നല്ല തടിയും നല്ല പവറുമുള്ള ഒരു സ്ട്രോങ് മാൻ. അയാളെ കാണിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത്, ഇയാളെക്കാൾ നല്ല ശക്തനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ സ്വഹാബ. സ്വഹാബത്ത് പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്. ഒന്നുകിൽ ആരാണ് ഇത് ഇയാളെക്കാൾ? ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ വലിയ ഒരു പോക്കിരിയായി നടക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, റൗഡിയായി നടക്കുന്ന, ഇയാളെക്കാൾ വലിയ ഒരു ഉഷാറുള്ള ആള് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് ആരായിരിക്കും? സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്. നബിയെ, ആരാണ് നബി ഇയാളെക്കാൾ വലിയ സ്ട്രോങ് ആയ മനുഷ്യൻ, ഇയാളെക്കാൾ വലിയ ധീരനായ ശുജാഇയായ മനുഷ്യൻ ആരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഇയാളെക്കാൾ വലിയ ശുജാഇയായ മനുഷ്യൻ വേറെ ആരുമല്ല. നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അതാകാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും അതാവാനുള്ള അവസരമുണ്ട്. അതാരാണ്? ദ്വേഷം വരുന്ന സമയത്ത് ആ ദ്വേഷത്തെ കൺട്രോൾ ചെയ്യുന്ന, അത് പിടിച്ചു നിർത്തുന്ന മനുഷ്യനുണ്ടോ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധീരൻ, ശുജാഇ എന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ദ്വേഷം വരുമ്പോ അത് നിയന്ത്രിക്കാൻ കഴിയും. സ്വന്തത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ, അവനാണ് ഏറ്റവും വലിയ ശുജാഇ എന്ന് പറഞ്ഞത്. അവിടെ നമുക്ക് അബദ്ധം സംഭവിച്ചാൽ നമ്മളാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ട ആളുകൾ. 2 ദിവസം മുമ്പ് ഉഗ്രൻപടി ഭാഗത്ത് തെക്കാലിൽ ഒരു ഭാര്യ ഭർത്താക്കളുടെ രണ്ടാളുടെ ചെറിയ ഒരു പ്രശ്നം, ഒറ്റ മിനിറ്റിന്റെ ഒരു പ്രശ്നം. എന്തായി? ഭർത്താവ് കയ്യിൽ കിട്ടിയ ആ ചാക്ക് കൊണ്ട് ഭാര്യയുടെ പണ്ടൊക്കെ ഒരു കുത്തു കൊടുത്തു, മരിച്ചുപോയി. വ്യാഴ്ച നടന്നതാണ്. ചെറിയ 1 മിനിറ്റിന്റെ ഒരു പ്രശ്നം. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം? ഇതാണ് ശൈത്താന് തലയിൽ ഓടി കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഭാര്യ ഭർത്താക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ അത് ഒരു കൊലപാതകത്തിൽ തീരേണ്ടതല്ലല്ലോ. എന്തായാലും അതിന്റെ പിന്നിൽ എന്താ പ്രശ്നം? ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോ പിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഈ ലോകത്തിന്റെ പരിസരത്തിന്റെ ബോധം ഉണ്ടായില്ല. സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ട് കൊത്തിക്കൊന്നു ഒരു ഭർത്താവ്. അതാണ് പറഞ്ഞത്. മഹാന്മാർ വെറുതെ പറഞ്ഞതല്ല. ദേഷ്യം വരുന്ന സമയത്താണ് ഏറ്റവും അധികം ശൈത്വാനികൾ ഒരു മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. അപ്പൊ എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും മനുഷ്യന് ബോധം ഉണ്ടാവൂല. പിന്നെയായിരിക്കും ഇങ്ങനെ ചിന്തിക്കുക, പിന്നെയാണ് മാപ്പ് ചോദിക്കലും മറ്റുള്ള കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദ്വേഷം വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ ശുജാഇ എന്ന സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം അതായിരുന്നു. ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതും അതായിരുന്നു. അവരുടെ പിൻഗാമികളായ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ അത് അവര് പിൻപറ്റി വരുന്നതും അതാണ്. നമ്മുടെ നേതാക്കളും അങ്ങനെയല്ലേ. പ്രശ്നങ്ങൾ വരുമ്പോ അവർ ക്ഷമിക്കാൻ, പ്രശ്നങ്ങൾ വരുമ്പോ പൊട്ടിത്തെറിക്കാനല്ല. പൊട്ടിത്തെറിച്ചാൽ പിന്നെ പരിഹാരം ഉണ്ടാവൂല. പിന്നെ 1-ന് 2, 2-ന് 2, 2-ന് 3 ഇങ്ങനെ നീണ്ടോട് പോകും. അതേ സമയത്ത് ഉണ്ടായിരുന്നാലോ, എവിടെ മഹാന്മാർ പറഞ്ഞ്
സംസാരം അത് വെള്ളിയാണെങ്കിൽ സംസാരിക്കാതിരിക്കൽ അത് സ്വർണമാണ്. സംസാരം അത് വെള്ളിയാണെങ്കിൽ സംസാരിക്കാതിരിക്കൽ അത് സ്വർണമാണ്. അതിനാണ് വില കൂടുതൽ. ഒരു സംസാരത്തിന് പിന്നെ അതിനെ സമർപ്പിക്കാൻ മറ്റൊന്ന് പറയേണ്ടി വരും. അതേസമയത്ത് നാം മൗനം പാലിച്ചാൽ, ആ സമയങ്ങളിലൊക്കെ മൗനം പാലിച്ചാൽ നമുക്കതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് പരിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞു, ദേഷ്യം വരുമ്പോ അതിനെ കടിച്ച് പിടിച്ച് നിയന്ത്രിക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥമായ മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അപ്പൊ ദേഷ്യം വരേണ്ട സമയങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ വിഷയങ്ങളാണോ, ദീനിനെതിരായി ശബ്ദിക്കുന്നതാണോ, അപ്പൊ നമുക്ക് അതിനെതിരായി ദേഷ്യം വരൻ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി ഞങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? പരിശുദ്ധമായ ദീനിനെ കൊച്ചാക്കുന്നുണ്ടോ? ദീനിന്റെ ആശയങ്ങൾ അത് തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടോ? അസമയങ്ങളിലൊക്കെ നമുക്ക് ദേഷ്യം വരേണ്ടതാണ്. മഹാനായ അബൂ ഉബൈദ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സ്വന്തം ബാപ്പന്റെ തല പൊരിച്ചെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അത് വാളിന്റെ മുകളിലാക്കിയിട്ട് തല മാത്രം പൊക്കിപ്പിടിച്ച് നബി തങ്ങളുടെ മുന്നിൽ വന്നതാണ്. എന്തിനാണ് ചെയ്യാൻ കാരണം? യുദ്ധം നടക്കുന്ന സമയത്ത് ഉപ്പ ശത്രുപക്ഷത്തിലാണ്, മകൻ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ പക്ഷത്തിലാണ്. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജറാഹിന്റെ തല ഒടിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ വരാൻ, എന്റെ തലെടുക്കാൻ കാരണം അയാൾ യുദ്ധത്തിൽ വെച്ച് യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ മുസ്ലിമീങ്ങളൊന്ന് പ്രകോപിക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങളൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി ഞങ്ങൾ കുറ്റം പറഞ്ഞു എന്നാണ്, റസൂലുള്ളാഹിനെ തെരുവിളിച്ചു എന്നാണ്. അത് സഹിക്കാൻ കഴിഞ്ഞില്ല മകൻ ഉപ്പാന്റെ തലെടുത്തു. റസൂലുള്ളാഹി ഞങ്ങൾ കണ്ടപ്പോ ഭയങ്കര ബേജാറായി. റസൂലുള്ളാഹി ഞങ്ങൾ അബൂ ഉബൈദയുടെ മുഖം നോക്കിയില്ല. അപ്പോഴാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ ഞങ്ങളുടെ അടുത്ത് വന്നത്. ഓ നബിയേ, നിങ്ങൾ ദേഷ്യപ്പെട്ട് കാര്യമില്ല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹു വറസൂലഹു. ഓ നബിയേ, നിങ്ങൾ ദേഷ്യപ്പെട്ട് കാര്യമില്ല. അത് ഉപ്പയാണ് മകനാണ് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് നബി അത്. എന്താ? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്തിമ ദിവസം കൊണ്ടും വിശ്വസിക്കുന്നവരാണോ അവരാണെങ്കിൽ അവരുടെ സ്വഭാവം യുവാദൂന മൻ ഹാദ്ദല്ലാഹു വറസൂലഹു, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും വൈരാഗ്യം വെക്കുന്ന ആളുകൾ, ആ അല്ലാഹുവിനെയും റസൂലിനെയും ശത്രുവായി കാണുന്ന ആളുകളെ മിത്രങ്ങളാക്കാൻ മുഅ്മിനീങ്ങളെ കിട്ടൂല നബിയേ. എന്നിട്ട് പറഞ്ഞു, വലൗ കാന ആബാഅഹും, അത് ചിലപ്പോ അവരുടെ വാപ്പന്മാരായിരിക്കും അല്ലെങ്കിൽ മക്കളായിരിക്കും, അതൊന്നും പ്രശ്നമില്ല നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് സമാധാനം. അപ്പൊ എന്റെ കാരണം ദീനിന്റെ വിഷയമാണോ? ദീനിന്റെ വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ ദേഷ്യപ്പെടുന്നതും ഈമാനിന്റെ ഭാഗമാണ്. അല്ലാത്ത വിഷയമാണെങ്കിൽ ദേഷ്യം വരുമ്പോ അത് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിലും രക്തങ്ങളുണ്ട്, മാംസമുണ്ട്, മജ്ജയുണ്ട്. ഇതൊക്കെ രക്തം ഉണ്ടാകുമ്പോൾ ഒരു പ്രകൃതിപരമായി നമുക്ക് പ്രഷറും അതുപോലെ നമുക്ക് ചൂടാവൊക്കെ ഉണ്ടാവും. അതൊക്കെയും നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നിയന്ത്രിക്കാൻ കഴിഞ്ഞാലാണ് നാം ഒരു യഥാർത്ഥ മുഅ്മിനാവുക. അല്ലാഹു നമുക്ക് ആ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവും ഈമാനും തഖ്വയും ഇഖ്ലാസും ഹിമ്മത്തും പടച്ചോനെ നീ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ ചിലപ്പോൾ പ്രഷർ കൂടിയിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞവരായിരിക്കും, തള്ളിയവരായിരിക്കും, ആരെങ്കിലും ബേജാറാക്കിയവരായിരിക്കും. അല്ലാഹുവേ, ആഖിറത്തിലേക്ക് നീട്ടിവെക്കാതെ പാപികളായി ഞങ്ങളുടെ ദുർബല ആ നിമിഷം കൊണ്ട് വന്നുപോയത് മുഴുവൻ ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ റഹ്മാനെ. നമ്മളെ നീ നന്നാക്കണേ അല്ലോ, നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലോ, നമ്മുടെ ജീവിതം നന്നാക്കണേ അല്ലോ. റബ്ബേ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഞങ്ങളെ കുറിച്ച് നാട്ടുകാർ മുഴുവൻ നല്ല
അഭിപ്രായങ്ങൾ പറയുന്ന രൂപത്തിലുള്ള മരണങ്ങളായി നമ്മുടെ മരണങ്ങളെ നീ ആക്കി തരണേ അല്ലാ. ഹബീബായ ഞങ്ങൾ പഠിപ്പിച്ചതാ, ഒരാൾ മരിച്ചാൽ അയാളുടെ വീടിന്റെ മുറ്റത്ത് ഒരു മലക്ക് നിൽക്കുമത്ര. ആ മലക്ക് ഇങ്ങനെ ആളുകളുടെ വാക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം അയാളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ, അയാളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ, അങ്ങനെ മരിച്ച ആളെ കുറിച്ച് 40 ആളുകൾ നല്ലത് പറഞ്ഞാൽ അയാൾക്ക് ആ മലക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അതുപോലെ സാധുക്കളായ നമ്മുടെ മരണ ദിവസവും ആ മലക്ക് വന്ന് നിൽക്കുമ്പോ പല ആളുകളും നല്ലത് പറയുന്ന, ആ അഭിപ്രായങ്ങൾ പറയുന്ന, അത് കേട്ട് നമുക്ക് വേണ്ടി സ്വർഗം സാക്ഷി പറയാനും ആ മലക്കിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വീട്ടിൽ മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഇന്നലെ ഇവിടെ നാടിന്റെ ഒരു പുതിയാപ്പിളയാണ് അയ്യൂബ് അൻസാരി എന്ന് പറയുന്ന അച്ഛന്റെ മരുമകൻ അപകടത്തിൽ വിട്ട് മരിച്ചുപോയി. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാരനാണ് പടച്ചോനെ, അടുത്ത കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞു പടച്ചോനെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ പേരാക്കണ്ണൂരിൽ മരിച്ചുപോയ അഹമ്മദ് ഹാജി പടച്ചോനെ നീ പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവർക്കെല്ലാം പ്രത്യേകമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد